ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന തിയറി പോർഷൻസ് ആണ്. ആദ്യമേ തന്നെ ബ്രാഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. എ ബ്രാഞ്ച് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എ ലാർജ് ബിസിനസ്. ഒരു ലാർജ് ബിസിനസ്സിൻ്റെ സബ് ഡിവിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഡിവിഷൻ, അതിനെയൊക്കെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ലൊക്കേഷൻസിൽ അവർ ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിൽ അവരുടെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരുടെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇതിന് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. ബ്രാഞ്ചുകൾക്കെല്ലാം കൂടി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഹെഡ് ഓഫീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് ആയിരിക്കും എല്ലാ ബ്രാഞ്ചുകളെയും കൺട്രോൾ ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ ഹെഡ് ഓഫീസ് ഈസ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ദി പാരൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതായത് നമ്മുടെ ആ ഒരു പാരൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതാണോ, പാരൻ്റ് ആയിട്ടുള്ള ആ ബിസിനസ് ഏതാണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ആ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്ലേസ് ഏതാണോ അതിനെയാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലായിരിക്കും എല്ലാ ബ്രാഞ്ചസും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ചസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് വരാം. ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിലാണ് ഈ ബ്രാഞ്ചസ് ഫങ്ഷൻ ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഹെഡ് ഓഫീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹെഡ് ഓഫീസിന് ഇത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തറിയണം? ആ ഒരു ബ്രാഞ്ച്, ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് പ്രോഫിറ്റ് ആണോ ഏൺ ചെയ്യുന്നത്, ലോസ് ഇൻകേർഡ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് അത് കൺട്രോൾ ചെയ്ത് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രാഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പം അതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് സിസ്റ്റം അഡോപ്റ്റ് ടു കൺട്രോൾ ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം എന്താണോ അതിനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഓഫ് ബ്രാഞ്ചസ് എന്നും നമുക്ക് പറയാം. അതായത് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന അല്ലെങ്കിൽ അതിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ചിൻ്റെ കുറച്ച് നീഡ്സ് പറയുന്നുണ്ട്, നീഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതിലൊരു 2-3 എണ്ണമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുക, ബ്രാഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെ പെർഫോമൻസും പ്രോഗ്രസ്സും ഒക്കെ അസസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. ആദ്യമേ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The branch which does not maintain a complete record of its transaction is known as a dependent branch. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലാത്ത ബ്രാഞ്ചസിനെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഫങ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദി ഹെഡ് ഓഫീസ്. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്നും കിട്ടുന്ന അവർ റിസീവ് ചെയ്യുന്ന ഗുഡ്സ് എന്താണോ അത് കസ്റ്റമേഴ്സിലേക്ക് അവർ സെയിൽ ചെയ്യുന്നു. ഇനി ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടായിരിക്കില്ല. ഹെഡ് ഓഫീസ് ആയിരിക്കും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് കൊടുക്കുക. അതാണ് ഇവർ സെയിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യാഷിലുമായിരിക്കാം, ഇനി അവർക്ക് അതോറിറ്റി ഉണ്ട്, ഹെഡ് ഓഫീസ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിലും അവിടെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണോ ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം മാത്രമായിരിക്കും ഇവിടെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് ഹെഡ് ഓഫീസ് ആയിരിക്കും ഈ പറയുന്ന ബ്രാഞ്ചിൻ്റെ എല്ലാ അക്കൗണ്ട്സും റെക്കോർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ബ്രാഞ്ച് ക്യാഷ് ബുക്കും അതുപോലെ തന്നെ അവരുടെ ഡെപ്റ്റേഴ്സ് ആരൊക്കെയാണോ ആ ഡെപ്റ്റേഴ്സിൻ്റെ റെക്കോർഡ്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ആരായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഈ ബ്രാഞ്ചിൽ കുറേ എക്സ്പെൻസസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ പേയ്മെൻറ്റ് നടത്തുന്നതും ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും. ഇനി ഈ ബ്രാഞ്ചിലേക്ക് ക്യാഷ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ ഹെഡ് ഓഫീസിലേക്ക് അത് റെമിറ്റ് ചെയ്ത് കൊടുക്കുമെന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കും, ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റെമിറ്റ് ചെയ്യുകയോ ചെയ്യും.
ഇനി അതുപോലെ ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുന്നത് ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിലോ, അതായത് ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് പ്രൈസിൽ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ ആയിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പം കോസ്റ്റ് പ്രൈസിനോടൊപ്പം ഒരു സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിലായിരിക്കും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സായി. ഓക്കെ, അപ്പോൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഓരോ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അടുത്തത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 4 മെത്തേഡ്സാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തേത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, രണ്ടാമത്തേത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, തേർഡ് വൺ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഫോർത്ത് വൺ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അപ്പം നമ്മൾക്ക് ഈ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 2 മെത്തേഡാണ്, ഡെപ്റ്റേഴ്സ് സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും. അപ്പോൾ ആദ്യമേ ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് ഈസ് സിമിലർ ടു ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അപ്പോൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്, ഇവിടെ ഈ ഒരു കേസിൽ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അവരുടെ ഹെഡ് ഓഫീസിനെ ക്രെഡിറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഹെഡ് ഓഫീസ് അവരുടെ ബ്രാഞ്ചിനെ ഡെറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് ഡെപ്റ്റേഴ്സ് മെത്തേഡ് എന്നുള്ള പേര് വന്നത്. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഹെഡ് ഓഫീസ് ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഈ അക്കൗണ്ടിനെ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചും എത്രത്തോളം പ്രോഫിറ്റാണ് ലോസാണ് അവിടെ സംഭവിക്കുന്നത് അത് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മുടെ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണോ അതാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇനി ദ ഹെഡ് ഓഫീസ് റെക്കോർഡ്സ് ഓൺലി ദ ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇനി ഹെഡ് ഓഫീസ് ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഏത് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ അസറ്റ്സ് ലയബിലിറ്റീസ് എന്തൊക്കെയാണോ അതിൻ്റെ ബാലൻസസ്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൂടി നമ്മളതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിനെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. അതായത് ട്രേഡിംഗ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ കോമ്പണൻസ് ഉണ്ട്, ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ടാണ് എന്ത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനെ നമ്മൾ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരേ ഒരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡ് നമ്മുടെ വളരെ സ്മോൾ സൈസിലുള്ള ഒരു ബ്രാഞ്ച് ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ആണ് മെത്തഡ്സ് ഓഫ് ചാർജിങ് ഗുഡ്സ് ടു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ചിലപ്പം കോസ്റ്റ് പ്രൈസിലോ ഇൻവോയ്സ് പ്രൈസിലോ ആയിരിക്കും ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തേത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് ബൈ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിലായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ എടുത്തിട്ടുള്ള പർച്ചേസ് പ്രൈസും പിന്നെ എന്തെങ്കിലും പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് കുറേ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ ജേണൽ എൻട്രീസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ജേണൽ എൻട്രീസ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത മെത്തേഡാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് കോസ്റ്റ് പ്രൈസിനേക്കാൾ ഹയർ ആയിട്ടുള്ള, അതായത് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനാണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ലോഡ്. ലോഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഡഡ്, ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡഡ് എന്നൊക്കെ പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലോഡിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഡഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം തന്നെ, അതിനെ നമ്മൾ ലോഡ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോഡ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്നത് കുറച്ച് ഐറ്റത്തിനെ മാത്രമാണ്. ഗുഡ്സ് സപ്ലൈ ടു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുമല്ലോ, ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ പറയുന്ന ഇൻവോയ്സ് പ്രൈസ് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുന്ന
ഒരു ഫാക്ടറാണിത് ഈ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോസ്റ്റ് പ്രൈസ് മെത്തേഡിലുള്ള അതേ ജേണൽ എൻട്രീസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് 4 കാര്യങ്ങളും കൂടി ഈ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമുക്കിവിടെ പാസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഈ 4 കാര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇൻവോയ്സ് പ്രൈസിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾക്കൊന്ന് റിമൂവ് ചെയ്യണം. ആ ലോഡ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യണം. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അഡീഷണൽ ആയിട്ടൊരു 4 എണ്ണം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ 4 എണ്ണം കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക.